നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8. എക്സ് റേസ് ടു 8 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഈ 8 നേരെ ഇപ്പുറം വരും അല്ലേ. 8 ഇൻറ്റു എക്സ് റേസ് ടു ഇതിനേക്കാൾ ഒരു പവർ കുറയും എക്സ് റേസ് ടു 7 എന്ന് വരും. ഞാനൊരു എക്സാമ്പിൾ നോക്കിയേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 9. അപ്പോൾ എങ്ങോട്ട് പോകും? ഈ 9 നേരെ നമ്മുടെ ഫോർമുല അനുസരിച്ച് 9 ഇൻറ്റു എക്സ് റേസ് ടു ഇവിടെ എന്താണോ വരുന്നത് അതിനേക്കാൾ ഒരു നമ്പർ കുറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു എക്സ് റേസ് ടു 8 വരും. അനദർ എക്സാമ്പിൾ നോക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5/2 എന്ന് വെച്ചോ. അപ്പോഴും അതുപോലെ തന്നെ 5/2 അങ്ങനെ തന്നെ വരും. എക്സ് റേസ് ടു ഈ 5/2 എന്ന് പറയുമ്പോൾ 5 മൈനസ് 2 എടുക്കണം. അപ്പോൾ 3 വരും. ആ 3 മുകളിൽ എഴുതും. ആ ബൈ 2 തന്നെ 2 അങ്ങനെ തന്നെ എഴുതും. കണ്ടോ? അപ്പോൾ ഓർത്ത് വയ്ക്കുക 5 മൈനസ് 2 3. ദെൻ ഈ 2 ഡിനോമിനേറ്ററിൻ്റെ 2 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഞാൻ ആൻസറായി. അപ്പോൾ നോക്കിയേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 7/2 എന്ന് വെച്ചു. ആൻസർ പറഞ്ഞു നോക്കിക്കേ. 7/2 ഇൻറ്റു 7 2 കുറച്ചാൽ 5 2 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 വരും. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിനകത്തും മുകളിൽ കിടക്കുന്ന പവറിനെ നമുക്ക് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് നമ്മൾ നമ്പർ ആവണമെന്ന് മാത്രം ഒന്നുമില്ല. അപ്പോൾ എക്സ് റേസ് ടു എ ആണെന്ന് വെച്ചോ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എ ഇൻറ്റു എക്സ് റേസ് ടു എ മൈനസ് 1 ആയിരിക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -7 ആണെന്ന് വെച്ചോ. അപ്പോഴും -7 ഇൻറ്റു എക്സ് റേസ് ടു -8 വരും. കാരണം -7 നേരെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -7 ആവും. ഈ -7നേക്കാൾ ഒരു വാല്യൂ കുറവെന്ന് പറയുമ്പോൾ എന്താ? -8 ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ അനദർ എക്സാമ്പിൾ നോക്കി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -9 എന്തായിരിക്കും? ഈ -9 ഇപ്പുറത്തേക്ക് പോയി. പിന്നെ -9നേക്കാൾ ഒരു നമ്പർ കുറയുമ്പോൾ എത്രയായിരിക്കും മക്കളെ? -10. ദെൻ ആൻസറായി. വളരെ സിമ്പിൾ ആണല്ലേ. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -19 എന്ന് വെച്ചാൽ എത്ര വലിയ പവർ വേണമെങ്കിലും വരാം അവിടെ. അപ്പോഴും ആൻസർ എന്നാ? -19 എക്സ് റേസ് ടു -19നേക്കാൾ ഒരു നമ്പർ കുറയുമ്പോൾ എന്ത് വരും? -91 വരും. ഇത് നമുക്ക് ന്യൂമറേറ്റർ ഫംഗ്ഷനാണ്. ഈ ഇത് ഡിനോമിനേറ്ററിലേക്ക് വരുമെന്ന് വെച്ചോ. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു 2 ആണെന്ന് വെച്ചോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് നേരെ നമ്മൾ ഒരു സ്റ്റെപ്പോടെ ചെയ്യണം. എക്സ് റേസ് ടു -2. അതായത് എക്സ്പോണൻഷ്യലിൻ്റെ റൂൾ അനുസരിച്ച് ഡിനോമിനേറ്റർ കിടക്കുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ന്യൂമറേറ്റർ എത്തുമ്പോൾ ഈ സൈൻ എന്താവും? എന്താണോ സൈൻ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആകും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആകും. അപ്പോൾ ഇതെന്താവും? എക്സ് റേസ് ടു -2. ഇനി എക്സ് റേസ് ടു -3 വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആൻസർ -3 കിട്ടി. ദെൻ അടുത്ത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു 3 ആണെന്ന് വെച്ചോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് 1 ഡിനോമിനേറ്റർ കിടക്കണം. ഇതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം അല്ലേ. എന്തായിരിക്കും? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -3 വരും. -3യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? -3 ഇൻറ്റു ഒരു നമ്പർ കുറയുമ്പോൾ എക്സ് റേസ് ടു -4 പറയും. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു -5 ആണെന്ന് വെച്ചോ. -5 ആണെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താവും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5 ആവും. മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പോൾ ദെൻ എന്നിട്ട് നമ്മൾ ഇത് ഏതിൻ്റെ ഫോർമുല കൊടുക്കും? എക്സ് റേസ് ടു എന്നിൻ്റെ കൊടുക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 5 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് പറയുമ്പോൾ ഒരു പവർ പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ആൻസറായി. ദെൻ അടുത്ത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് റേസ് ടു -8/3. അപ്പോഴും അത് നേരെ മുകളിലോട്ട് പോകും. എന്തായിരിക്കും? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8/3. നെഗറ്റീവ് എന്താവും? മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ദെൻ ആൻസർ എന്തായിരിക്കും? 8/3യുടെ ആൻസർ വരുമ്പോൾ 8/3 ഇൻറ്റു എക്സ് റേസ് ടു 5/3 വരും. ദെൻ ആൻസർ വളരെ സിമ്പിൾ ആണല്ലേ.